ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 35 വീക്ക് ഓഫ് പ്രഗ്നൻസിയിലെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സെയിം ഡേ തന്നെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ചെക്കപ്പും അതേപോലെ തന്നെ നമ്മുടെ 9th മന്തിൽ വരുന്ന ഈ സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു സെയിം ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള നോമ്പുതുറയും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞു ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പൊക്കെ ഉള്ള ദിവസമാണെന്ന്. സോ ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ട് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം ആദ്യം കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്ക് ഡോക്ടറിൻ്റെ ക്ലിനിക്കിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ മഞ്ചേരിയുള്ള ഐഡിയൽ സ്കാനിങ് സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം എന്നെ വിളിച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് കിട്ടിയിട്ട് വേണം നമുക്കിനി ഡോക്ടറിൻ്റെ ക്ലിനിക്കിലോട്ട് പോവാൻ. അങ്ങനെ റിപ്പോർട്ടൊക്കെ കിട്ടി. ഡോക്ടർ നോക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ഞാനൊന്ന് നോക്കൂ കേട്ടോ. തിരിച്ചും മറിച്ചും 4 പ്രാവശ്യം നോക്കിയതിന് ശേഷം ഞാനൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡോക്ടറിന് അത് കാണിക്കത്തുള്ളേ. അപ്പോൾ നമ്മളിതവിടെ ക്ലിനിക്കിൽ എത്തിയിട്ട് ഇവിടെ ഇവർക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. പ്രഷറും പൾസൊക്കെ ചെക്ക് ചെയ്യാം, പിന്നെ എൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഡോക്ടറെ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്കാനിങ്ങിലായാലും ഒന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇച്ചിരി ചെറുതായിട്ട് അടിവയറ്റിൽ ഒരു ചെറിയ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനും ഒന്ന് കുത്തനെ കിടക്കാനൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എങ്ങനെ നോക്കിയിട്ടും നോർമൽ ഡെലിവറി പോസിബിൾ അല്ല കേട്ടോ. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ചെറുതായിട്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസി ഷുവറായിട്ടും CS തന്നെയാണ്. അപ്പോൾ CS ഒക്കെ ആകുമ്പോഴേക്കും ഇനി ആകെ 15 ദിവസം എങ്ങാണ്ടുള്ളൂ. അപ്പോഴേക്ക് ഇച്ചിരി ഹെൽത്തി ആയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ട് ഒരു പാത്രക്കടയിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചായപാത്രം ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. സോ പുതിയ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് കൂട്ടത്തിൽ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാനായപ്പോഴേക്ക് അത്യാവശ്യം സമയമായിരുന്നു. പിന്നെ നമ്മളൊരു ചപ്പാത്തി കമ്പനിയിലോട്ട് കയറിയിട്ട് കുറച്ച് പത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം നമുക്ക് വീട്ടിലെത്തിയിട്ട് പിന്നെ കാര്യമായിട്ട് ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും സമയമില്ല. നോമ്പൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കലാശക്കൊട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എല്ലാ പരിപാടിയും പെട്ടെന്ന് തന്നെ തീർക്കുന്ന തിരക്കിലായിരുന്നു. ഓരോരുത്തരായിട്ട് ഓരോന്ന് ഏർപ്പാടിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും ബാങ്ക് കൊടുക്കാൻ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എങ്ങാണ്ടേ വരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുവാണ്. അനിയത്തി അവിടെ വത്തൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഇപ്പച്ചി വന്ന് വാങ്ങിയിട്ടുണ്ട്. നീ ജ്യൂസ് അടിക്കാൻ നോക്കിക്കോ, കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും ടൈമില്ല. അപ്പോഴേക്ക് ഇപ്പച്ചി കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ജ്യൂസ് വന്നിട്ട് ഇന്ന് വാട്ടർമെലൺ ജ്യൂസാണ്. ഞാനാണെങ്കിൽ ബീഫ് വരട്ടണ ആ ഒരു തിരക്കിലാണ്. പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു വന്നത് എത്രയോ നന്നായിന്ന് നമുക്ക് അപ്പോഴാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പരിപാടികളും പെട്ടെന്ന് തീർക്കണുണ്ട്. പെട്ടെന്നായാലും എൻ്റെ ബീഫ് വരട്ടും നല്ല കിടിലനായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പായസം ഉണ്ടല്ലോ, നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എത്ര നേരം ഇല്ലെങ്കിലും നമ്മൾ അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ടുള്ള നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മുടെ കാഷ്നട്ടും റൈസിൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അതോടുകൂടിയിട്ട് പായസത്തിൻ്റെ പരിപാടിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എങ്ങാണ്ടേ ബാക്കി വരുന്നുള്ളൂ. ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ കൊണ്ടുപോയിട്ട്. ഇന്ന് അനിയന് നോമ്പ് തുറക്കാനില്ല, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഒറ്റ ട്രിപ്പായിട്ട് അങ്ങ് ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് അങ്ങ് നിസ്കരിക്കാൻ പോകലാണ് കേട്ടോ. അല്ലാണ്ട് ആദ്യം കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിക്കും, പിന്നെ പോയിട്ട് നിസ്കരിക്കും, പിന്നെ ബാക്കിയുള്ളത് ഒന്ന് കഴിക്കും. അതിന് നിൽക്കലില്ല. എല്ലാം അങ്ങോട്ട് തീർത്തിട്ട് ഒന്നിച്ചങ്ങ് പോയാൽ അത് അത്രയും നന്നാവുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ഇരുന്നിട്ട് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു വിശേഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കണില്ല, ഇനി സംഭവിക്കാണ്ട് ഇരിക്കട്ടെ. അതായത് ഈ പോണ പോക്ക് അങ്ങനെ റാഹത്തായിട്ട് സെറ്റായിട്ട് അങ്ങോട്ട് പോട്ടെ അല്ലേ. അപ്പോൾ നമ്മളെന്താ പറയുക, ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.